ആത്മബന്ധു. ഈ പ്രഭാതം ഒരു ദിവസത്തിലേക്ക് വളരുന്നതിന് മുൻപ്, സകല ശബ്ദങ്ങളും ആരംഭിക്കുന്നതിന് മുൻപ്, ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസത്തിലൂടെ പവിത്രമായ ഈ നിമിഷത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓരോ പ്രഭാതവും ഓരോ ആളുടെയും ധർമ്മവുമായും സത്കർമ്മത്തിന്റെ പാതയുമായും യോജിപ്പിക്കുവാനുള്ള അവസരമാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം നമുക്ക് നമ്മുടെ സത്യത്തെ തിരിച്ചറിയുവാനുള്ള അവസരമാണ് എന്നറിഞ്ഞുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കാം. നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ കടമ ചെയ്യാം, പ്രതിഫലങ്ങൾ ആഗ്രഹിക്കാതെ. ഞാൻ വിജയിക്കുമോ? ഞാൻ ഈ ചെയ്യുന്ന കടമകൾ മറ്റൊരാൾ അംഗീകരിക്കുമോ? ഇതൊക്കെ പ്രാവർത്തികമാകുമോ എന്നുള്ള ചിന്തകളെല്ലാം മാറ്റിവെക്കാം. കടമകൾ, കർമ്മങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യാം. ഓർത്തു നോക്കൂ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹം ഗോക്കളെ മേയ്ക്കുന്ന ഒരാളായിരുന്നു. ഗോക്കളെ മേയ്ക്കുക എന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ ഒരു അന്തസ്സുള്ള ജോലിയാണോ? പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് ചെയ്യുമ്പോൾ ഗോക്കളെ മേയ്ക്കുന്നത് രാജകീയമായൊരു പ്രവൃത്തിയായി നമുക്ക് തോന്നുന്നില്ലേ? അതുപോലെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏത് കർമ്മമായാലും ഒരു രാജാവിനെ പോലെ, ഒരു റാണിയെപ്പോലെ ആ പ്രവൃത്തി ചെയ്യാം, സന്തോഷത്തോടെ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാം. സന്തോഷമുള്ള ജോലികൾ മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ പലപ്പോഴും അത് നമ്മളിൽ വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ കൊണ്ടുവന്ന് തന്നേക്കും. എന്നാൽ നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അതിൽ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാലോ മനസ്സ് സ്വസ്ഥമാകാൻ തുടങ്ങും. അപ്പോൾ രാവിലെ തിരക്കുപിടിച്ച ദിവസം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നതിലോ, അല്ലെങ്കിൽ കുസൃതികളായ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിലോ, അവരെ സ്കൂളിലേക്ക് അയക്കുന്നതിനോ, തിരക്ക് പിടിച്ച് ഓഫീസിലേക്ക് പോകേണ്ടി വരുന്നതിനോ, ഓഫീസിലെ തിരക്കുകളിൽ സ്വയം മറന്ന് ജോലി ചെയ്യേണ്ടി വരുന്നതിലോ ഒക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാം. അതല്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിലോ അപ്പോഴും സന്തോഷിക്കാൻ ശ്രമിക്കാം. അങ്ങനെ വെറുതെ ഇരിക്കുവാൻ, വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ട് കേൾക്കുവാൻ, അല്ലെങ്കിൽ ആ ചെടികളോടൊക്കെ ഒന്ന് സംസാരിക്കുവാൻ, മുറ്റത്തൊന്ന് ഇറങ്ങി നടക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലേ? എത്രയോ പേർ വലിയ വലിയ തിരക്കുകളിലാണ്. അങ്ങനെ ജീവിതത്തിലെ സർവ്വതിലും സന്തോഷിക്കുവാനും നമ്മുടെ കടമകളെ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ ചെയ്യുവാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്. നമ്മുടെ സംഭാഷണങ്ങളിൽ സത്യസന്ധതയുണ്ടാകുവാൻ ശ്രദ്ധിക്കുക. അതൊരു വ്യക്തിയോട് ചെയ്യുന്ന സംഭാഷണത്തിലാണെങ്കിലും, ജോലിസ്ഥലത്ത് ചെയ്യുന്ന സംഭാഷണത്തിലാണെങ്കിലും, അതല്ല അവനവനോട് ചെയ്യുന്ന സംഭാഷണത്തിൽ പോലും സത്യസന്ധത സൂക്ഷിക്കുക. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ സന്തോഷത്തോടു കൂടി നിർവഹിക്കാം. പ്രയത്നം എപ്പോഴും നമ്മളുടേതാണ് എന്നറിയുക. എപ്പോഴും ഒരേപോലെ ദുഃഖത്തെയും സന്തോഷത്തെയും സ്വീകരിക്കാൻ ശ്രമിക്കാം. ഒരാൾ നമ്മളെ പ്രശംസിക്കുമ്പോൾ അതിൽ വല്ലാതെ സന്തോഷിക്കുകയും വിമർശിക്കുമ്പോൾ വല്ലാതെ വേദനിക്കുകയും ചെയ്യുന്ന മനസ്സുകൾ ഉണ്ടാകരുത് എന്ന് ഭഗവത്ഗീത പറയുന്നു. നമുക്ക് സ്ഥിതപ്രജ്ഞരാകാം. പ്രശംസയിലും വിമർശനത്തിലും സ്ഥിരതയുള്ളവരാകാം. അഭിനന്ദനങ്ങളെയും വിമർശനങ്ങളെയും ഒരുപോലെ സ്വീകരിക്കാം. വിജയിക്കുമോ എന്ന ഭയത്തേക്കാൾ വിജയിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഉറപ്പിലേക്ക് നമുക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാം. മരം പോലെ നമ്മൾ ഉറച്ചു നിൽക്കുക. മരത്തെ നോക്കൂ, എത്ര ശക്തമായ കാറ്റ് വന്നാലും അതുലയാതെ പിടിച്ചു നിൽക്കുന്നില്ലേ? അതുപോലെ നമ്മളും ഉറച്ചു നിൽക്കുക. ഒരാൾ മനസ്സിനെ ജയിച്ചാൽ പിന്നീട് ആ മനസ്സാണ് അയാളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. എന്നാൽ മനസ്സിനെ ജയിച്ചില്ല എങ്കിലോ ഏറ്റവും വലിയ ശത്രുവും അതേ മനസ്സ് തന്നെ. അതുകൊണ്ട് പ്രഭാതങ്ങളിലെ ആദ്യ ചിന്തകളെ നന്നായി ശ്രദ്ധിക്കാം. എന്ത് ചിന്തയാണ് ആദ്യം വന്നത്? ഭാരമുള്ള ചിന്തയാണോ? എന്തെങ്കിലും തരത്തിൽ സംശയമുള്ള ചിന്തയാണോ? ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്ന ചിന്തയാണോ? അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തുന്ന ചിന്തയാണോ? കുറ്റബോധമുണ്ടാക്കുന്ന ചിന്തയാണോ? നമ്മളുടെ ആ ചിന്തയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു ദിവസം ആദ്യമുണ്ടാകുന്ന ചിന്ത
ആ ചിന്തയ്ക്ക് പിന്നിൽ ഇങ്ങനെ നമുക്ക് നമ്മളുടെ പൂർണ്ണ ബോധത്തെ ചേർത്ത് വെച്ച് വായിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സ് മെല്ലെ 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 സ്വസ്ഥമാകാൻ തുടങ്ങും. ഒരവബോധത്തിലേക്ക് നമ്മളെത്തും. അർജുനൻ യുദ്ധഭൂമിയിൽ നിന്നപ്പോഴുള്ളതുപോലെ തന്നെ ആശയക്കുഴപ്പവും ഭയവുമൊക്കെ നമുക്ക് പലപ്പോഴും വന്നേക്കാം. ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും നമ്മൾ അങ്ങനെ നിന്നിട്ടുണ്ടല്ലേ? അർജുനൻ നിന്നതുപോലെ എന്തു വേണം, എങ്ങനെ വേണം, ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിച്ച്. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ ഉപദേശിക്കുന്നുണ്ട് സദാ. എങ്ങനെയാണോ അർജുനന് വ്യക്തത നൽകിയത് അതുപോലെ തന്നെ എല്ലാ കാലത്തും നമുക്കും വ്യക്തത നൽകുന്നുണ്ട്. നമ്മളുടെ യുദ്ധഭൂമി ഏതോ അവിടെ സ്ഥിരബുദ്ധിയോടുകൂടി സ്ഥിരതയോടുകൂടി സമരം ചെയ്യുക. ആ ശക്തിയെ നമ്മൾ സ്വീകരിക്കുക. വിജയത്തിൽ മതോന്മത്തരാകാതെ പരാജയത്തിൽ തകർക്കപ്പെടാതെ നമ്മൾ നിൽക്കുക. എന്തെങ്കിലും ഒന്ന് തെറ്റായിപ്പോയാൽ ഒന്ന് നിൽക്കുക, ശ്വസിക്കുക, ആ തെറ്റിനെ തിരുത്തുക. എന്തെങ്കിലും ഒന്ന് ശരിയായി ചെയ്തു എന്ന് തോന്നിയാലോ അപ്പോൾ പുഞ്ചിരിക്കുക, കൃതജ്ഞതയുള്ളവരാവുക, നിഷ്കളങ്കരാവുക. നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു സേവനമാണ് എന്ന് കരുതുക. മനുഷ്യജന്മത്തിൽ മാത്രം ചെയ്യാനാകുന്ന സേവനങ്ങൾ. അതുകൊണ്ട് തന്നെ ജോലി ഒരു ഭാരമല്ല, സമർപ്പണമാണ്. ഓരോ ജോലികളും ഓരോ സമർപ്പണങ്ങളാണ്. ഈശ്വരപാദത്തിൽ നമ്മൾ എങ്ങനെയാണോ നേദ്യം സമർപ്പിക്കുന്നത് അതുപോലെ നമ്മളുടെ ഓരോ ജോലിയും. ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നൽകുന്ന ഓരോ ഫയലുകളും, ഇമെയിലുകളിൽ നമ്മൾ നോക്കുന്ന ഓരോ മെയിലിനുള്ള മറുപടിയും ഒക്കെ ഒരു സമർപ്പണമാകട്ടെ. ഓരോ ഫോൺ കോളുകൾക്ക് മറുപടി നൽകുമ്പോഴും അതും ഒരു സമർപ്പണം. നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഓരോരോ ജോലികൾ ഓരോരോ സമർപ്പണങ്ങളാക്കുക. അപ്പോൾ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു. ജീവിതം ആത്മീയമായ ഒരു അനുഭൂതിയായി മാറുന്നു. നമ്മളുടെ യാത്ര വ്യത്യസ്തമായിത്തീരുന്നു. ആ യാത്രയിൽ, ആ വഴിയിൽ വിശ്വസിക്കാം. ഒരല്പനേരം നിശബ്ദമായിരുന്ന് നമ്മുടെ ഹൃദയത്തെ ഒരു മനോഹരമായ ശാന്തമായ തടാകമായി വിചാരിക്കുക. ആരൊക്കെ എത്രയൊക്കെ കല്ലുകൾ എറിഞ്ഞാലും ആ തടാകം ഇളകിമറിയില്ല. അതിൻ്റെ ആഴം നിശബ്ദമായി തുടരും എന്ന് മനസ്സിലാക്കുക. ആ നിശബ്ദതയിലാണ് എൻ്റെ സ്വത്വമുള്ളത്. ആ നിശബ്ദതയോടുകൂടി കർമ്മനിരതമായി മറ്റാരിൽ നിന്നും അഭിനന്ദനങ്ങൾ പ്രതീക്ഷിക്കാതെ പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഒരുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് നേടുന്ന ഒരു ജീവിതം, ഒരു വ്യക്തിത്വം, അതായിരിക്കട്ടെ ഇന്നും എന്നും നമ്മളോടൊപ്പം ഉണ്ടാകുന്നത്. ആത്മബന്ധു ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.